അഭിമാന നേട്ടത്തിൽ കേരളം. രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഡിജി സാക്ഷരത നേടിയ 105 വയസ്സുള്ള അബ്ദുള്ള മൗലവി ബാഫക്കി മുഖ്യമന്ത്രിയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാനത്തെ എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിനായി LDF സർക്കാർ ആരംഭിച്ച ഡിജി കേരളം പദ്ധതിയുടെ വിജയമാണ് ഈ ഐതിഹാസിക നേട്ടത്തിലേക്ക് കേരളത്തെ നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഡിജി സാക്ഷരത നേടിയ 105 വയസ്സുള്ള അബ്ദുള്ള മൗലവി ബക്കാഫി മുഖ്യമന്ത്രിയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. എങ്ങനെ നിങ്ങളെ പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിൻ്റെ തന്നെ ബലം. അതെപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിർത്തട്ടെ. ഓക്കെ. എല്ലാ ആശംസകളും. അഭിമാന മുഹൂർത്തത്തിൻ്റെ സന്ദർഭമാണ്. ലോകത്താകെയുള്ള മലയാളികൾ അഭിമാനപൂരിതമാകുന്ന നേട്ടമാണ് നമ്മുടെ നാട് നേടിയിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ആ നിലയിലേക്ക് കേരളം ഉയർന്നിരിക്കുന്നു. എല്ലാ കാലത്തും രാജ്യത്തിന് വഴി കാണിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇക്കാലത്ത് ജെൻസി എന്ന് പറയുന്ന കുട്ടികളാണ് സാക്ഷരതാ പഠിതാക്കൾക്ക് പരിശീലനം നൽകിയതെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഒരു ഭാഗത്ത് സേവനങ്ങൾ ഓൺലൈനാക്കാനുള്ള ഏകീകൃത സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനുള്ള ശ്രമം, അതിന് സമാന്തരമായി ലക്ഷക്കണക്കിന് ആളുകളെ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിക്കാൻ നടത്തിയ ശ്രമം, രണ്ടും ഇന്ന് വിജയിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ എല്ലാ തദ്ദേശ സേവനങ്ങളും വിരൽത്തുമ്പിൽ, ഒട്ടും അതിശയോക്തിയില്ലാതെ, ഒട്ടും ആലങ്കാരികതയില്ലാതെ വിരൽത്തുമ്പിൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാനമാണ് കേരളം. അതാണ് K-സ്മാർട്ടിൻ്റെ പ്രത്യേകത. അതിനൊപ്പം ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരത കൂടി കൈവരിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. ഈ മഹത്തായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവരെയും അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.